എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ വന്ന് നിൽക്കുന്നത് ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ 9ാമത്തെ സ്റ്റിച്ചിലാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് മാജിക് ചെയിൻ സ്റ്റിച്ച്. നമ്മൾ നേരത്തെ ചെയ്തിട്ട്, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ചിൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ അതിനെയാണ് നമ്മൾ മാജിക് ചെയിൻ എന്ന് പറയുന്നത്. അതായത് ചെയിൻ സ്റ്റിച്ചിൻ്റെ വേരിയേഷൻ ആയിട്ടുള്ള സ്റ്റിച്ചാണ് മാജിക് ചെയിൻ സ്റ്റിച്ച്. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ സെയിം മെത്തേഡാണ്. അതായത് ഏതെങ്കിലും ഒരു കളർ ത്രെഡ് എടുക്കുക, അതിൽ നിന്ന് 3 ഇഴ നൂല് നമ്മൾ പിരിച്ചെടുക്കുക. ഈ 3 ഇഴ നൂല് പിരിച്ചെടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അടുത്തടുത്തുള്ള 3 ഇഴ നൂല് പിരിച്ചെടുക്കുക. അപ്പം നമുക്ക് കെട്ട് കുടുങ്ങാതെ വേഗം ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും എടുത്തതിന് ശേഷം ആ ഒരു ത്രെഡ് കട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ വേറൊരു കളർ ത്രെഡ് എടുക്കുക. അതായത് ഒന്ന് ഡാർക്കും ഒന്ന് ലൈറ്റും എടുക്കുക. അപ്പോഴാണ് കുറച്ചും കൂടി എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള കളേഴ്സ് എടുക്കുക. ഒരേപോലത്തെ കളേഴ്സ് എടുക്കുമ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് എടുത്ത് കാണിക്കില്ല. അപ്പോൾ 2ാമത്തെ ത്രെഡ് ഇതേപോലെ 6 ഇഴ നൂലാണ്. അതിൽ നിന്ന് 3 ഇഴ നൂല് പിരിച്ചെടുക്കുക. പിരിച്ചെടുത്തിട്ട് ആദ്യം എടുത്ത നൂല് എത്രയാണോ ലെങ്ത്ത് എടുത്തതെന്ന് വെച്ചാൽ അതേ സെയിം ലെങ്ത്തിൽ തന്നെ നിങ്ങൾ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നൂല് നന്നായിട്ട് ഒരുമിച്ച് പിടിച്ചിട്ട് അടിവശം, അതായത് 2 നൂലിൻ്റെയും കൂടി അടിവശം ഒന്നിച്ച് ചേർത്ത് കെട്ടിട്ട് കൊടുക്കുക. ഒന്നിച്ച് ചേർത്ത് കെട്ടിട്ട് കൊടുക്കുമ്പോൾ ഇത് 6 ഇഴ നൂല് തന്നെയാവും, പക്ഷേ 2 കളറിലുള്ള നൂലായിരിക്കും. ഒന്ന് ഒരു കളറും ഒന്ന് വേറൊരു കളറും ആയിരിക്കും. എന്നിട്ട് ഒന്നിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അതായത് സൂചിയിൽ കോർത്തെടുക്കുക. കോർത്തെടുക്കുമ്പോൾ നൂല് വരുന്നത് 6 ഇഴ നൂല് തന്നെയാണ്, പക്ഷേ 2 കളറിലാണെന്ന് മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ത്രെഡ് കോർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതായത് നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുള്ള നൂല്, അതായത് സൂചിയിൽ നമ്മൾ കോർത്തെടുത്തിട്ടുള്ള നൂല് ഇതുപോലെ നമ്മൾ മുകളിലേക്ക് കുത്തിയെടുക്കുക. കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത സെയിം മെത്തേഡ് തന്നെ നമുക്ക് എത്രയാണോ ഡിസ്റ്റൻസ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഡിസ്റ്റൻസ് ഇതുപോലെ നിങ്ങൾ എടുക്കുക. അതായത് സൂചി സാധാരണ കോർത്തെടുക്കില്ലേ, അതുപോലെ എടുക്കുക. എടുത്തതിന് ശേഷം ഇനിയാണ് ചെയിൻ സ്റ്റിച്ചിൽ നിന്ന് ഈ ഒരു സ്റ്റിച്ചിലേക്ക്, അതായത് മാജിക് ചെയിനിലേക്ക് വരുന്ന വ്യത്യാസം. നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം ഒരു കളർ ത്രെഡ് ഇതുപോലെ കോർത്ത് കൊടുക്കുക. ഒരു കളറാണ് കോർത്ത് കൊടുക്കേണ്ടത്, 2 കളറും കൂടി കോർത്ത് കൊടുക്കരുത്. ഒരു കളർ കോർത്ത് കൊടുത്തിട്ട് മൊത്തമായിട്ട് ഇതുപോലെ വലിച്ചെടുക്കുക. വലിച്ചെടുക്കുമ്പോൾ അതായത് ഒരു കളർ നമ്മൾ വലിക്കുമ്പോൾ മറ്റേ ഭാഗം ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ കിടക്കും. അതായത് പുറത്തേക്ക് ഇതുപോലെ ഒരു ലൂപ്പ് പോലെ കിടക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആ കളർ ത്രെഡ് ഇതുപോലെ ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുക. അതായത് സൂചിയിലേക്കുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും. ആ ഭാഗം നിങ്ങളൊന്ന് വലിച്ചിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു കളറിലുള്ള ചെയിൻ സ്റ്റിച്ച് വന്നു. ഇനി രണ്ടാമത് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ചെയ്ത കളറല്ലാത്ത 2ാമത്തെ കളർ ഉണ്ടല്ലോ, അതായത് നമ്മൾ 2 കളർ ത്രെഡ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം ചെയ്ത കളറല്ലാത്ത 2ാമത്തെ കളർ ത്രെഡ് എടുത്തിട്ട് ഇതേ സെയിം മെത്തേഡിൽ ചെയ്യുക. 2ാമത് ചെയ്യുമ്പോൾ നമുക്ക് ലൂപ്പ് വരില്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ ആദ്യത്തെ ത്രെഡിൽ നമ്മൾ ഓൾറെഡി ചെയ്തതാണല്ലോ. അപ്പോൾ 2ാമത് ചെയ്യുമ്പോൾ നമുക്ക് ലൂപ്പ് വരില്ല. അതായത് ഫസ്റ്റ് ചെയ്യുമ്പോൾ ഓഡ് നമ്പേഴ്സ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ലൂപ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് നല്ല രീതിയിൽ അത് വരും. അപ്പോൾ ഇതേ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ചെയ്തെടുക്കുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ മാജിക് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ 3ാമത് ചെയ്യുമ്പോഴും ഇതുപോലൊരു ലൂപ്പായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക വെച്ചാൽ ആ ത്രെഡ് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ കുറച്ചധികം ചെയ്യുമ്പോൾ, അതായത് കുറച്ച് മുന്നോട്ടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ത്രെഡ് ഉണ്ടല്ലോ, അതായത് സൂചിയിലിരിക്കുന്ന ആ ഭാഗം, നമ്മൾ തുണിയിൽ തുന്നിയ ഭാഗമല്ല, സൂചിയിലിരിക്കുന്ന ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പിരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അത് ഇടയ്ക്കൊന്ന് നിവർത്തി കൊടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിവർത്തി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് കുറച്ചും കൂടി ഈസി ആവും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് കെട്ട് കുടുങ്ങി കിടക്കും പിന്നീട്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള, അതായത് ഇപ്പോൾ നമ്മൾ 9 സ്റ്റിച്ച് ചെയ്തു, അതായത് 8 എണ്ണം ചെയ്തു, ഇത് 9ാമത്തെ സ്റ്റിച്ചാണ്. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് കൂടുതൽ ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റിച്ചാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ ഈ ഒരു മാജിക് ചെയിൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു മാജിക്കൽ എഫക്റ്റ് ആയിരിക്കും നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്നുണ്ടാവുക. കാരണം 2 കളറിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. പക്ഷേ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സ്റ്റിച്ചും കൂടിയാണ് മാജിക് ചെയിൻ സ്റ്റിച്ച്. ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റിച്ചാണ്. പെട്ടെന്ന് തെറ്റിപ്പോകാനും സ്റ്റിച്ച് വൃത്തികേടാകാനുള്ള ചാൻസ് ഉള്ള ഒരു സ്റ്റിച്ച് കൂടിയാണ് മാജിക് ചെയിൻ സ്റ്റിച്ച്. ചിലപ്പം ത്രെഡൊക്കെ പൊട്ടിപ്പോകും നമ്മൾ ഓവർ വലിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നല്ല ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ തുടക്കം മുതൽക്ക്, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽക്ക് ഞാൻ നിങ്ങളോട് പറയുന്നത്, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ സ്റ്റിച്ച് ബോർഡിൽ ചെയ്യുക. സ്റ്റിച്ച് ബോർഡിൽ ചെയ്ത് നിങ്ങളുടെ കൈ ഒന്ന് വഴങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു തുണിയിലേക്ക് ഒരു ഡിസൈനായിട്ട് മാറ്റി ചെയ്യാം. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഈസി ആവുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അത് അത്ര ഈസി അല്ല നമുക്ക്.
അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റിച്ചിങ് കൂടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് പോലെ തന്നെ ഒരു മാജിക്കൽ എഫക്റ്റ് തരുന്നതും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക വെച്ചാൽ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ചെയ്യുന്ന സമയത്ത് നൂല് കെട്ട് കുടുങ്ങി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കെട്ടൊന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യുക. അവസാനം എൻഡിലെത്തുമ്പോൾ സെയിം ഇതേപോലെ തന്നെ നമ്മൾ ഏത് കളർ ത്രെഡിലാണോ ചെയിൻ സ്റ്റിച്ച് വരുന്നത് വെച്ചാൽ ആ കളറിലുള്ള ത്രെഡിലുള്ള ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ബാക്കി ലൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ താഴോട്ടേക്ക് നമ്മൾ സൂചി കുത്തിയിട്ട് ഇറക്കുക. ഇറക്കിയതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ലോക്ക് ഇട്ടിട്ട് മറ്റൊരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ ലോക്ക് എടുത്തിട്ടിട്ട് നിങ്ങൾ ബാക്കി എക്സ്ട്രാ ത്രെഡ് കട്ട് ചെയ്ത് കളയുക കേട്ടോ. ഇനി ഡിസൈൻ ആക്കിയിട്ട് മാറ്റി വരയ്ക്കാം. ഞാനിതുപോലെ ഒരു ആറെന്നുള്ളൊരു ലെറ്റർ എഴുതി എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനത്തെ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. അപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പേസ്റ്റിംഗ് പേപ്പർ ഉപയോഗിച്ചിട്ട്, അതായത് നമ്മൾ കാർബൺ പേപ്പറും പേസ്റ്റിംഗ് പേപ്പറും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വരച്ചെടുക്കാം. അതായത് പേസ്റ്റിംഗ് പേപ്പറിലേക്ക് വരയ്ക്കുക. വരച്ചതിന് ശേഷം അത് കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ട് ക്ലോത്തിലേക്ക് മാറ്റി വരയ്ക്കുക. അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതേപോലെ വരച്ചിട്ട് ഇതിൻ്റെ അകത്ത് എംബ്രോയ്ഡറി റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലെ 2 കളർ എടുത്തിട്ടുണ്ട്. ഒന്ന് ഒരു ബ്ലൂ, ഒന്നൊരു യെല്ലോ കളറും. 2 കളർ എടുത്തിട്ട് ഇതേപോലെ സെയിം ലെങ്ത്തിലെടുത്ത് സൂചിയിൽ കോർത്തെടുത്തിട്ട് ഒരു അറ്റം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 6-7 നൂലാണുള്ളത്. പക്ഷേ 3 നൂല് ഒരു കളറും 3 നൂല് ഒരു കളറും അങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സ്റ്റിച്ച് ബോർഡിൽ കാണിച്ചത് സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഇനി വീണ്ടും പറയുന്നില്ല. ഒപ്പം ഞാൻ സൈഡിൽ ഇവിടെ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾക്കാർ ഫോട്ടോ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഫോട്ടോ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. ഒപ്പം താഴെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കാം. നിങ്ങൾ ഇതുവരെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഡിസൈൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്ത് തരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങളുടെ ഡിസൈൻസും നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. നമുക്ക് ഒരുപാട് ഫോട്ടോസ് വരുന്നുണ്ട്. പക്ഷേ നമ്മളെ ലിമിറ്റേഷനും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ദിവസം ഒരു 30 അല്ലെങ്കിൽ 35 ഫോട്ടോസ് മാത്രം ഉൾക്കൊള്ളിക്കുന്നത്. പിന്നെ പേര് പറയണമെന്ന് ചോദിച്ചപ്പോൾ ചില ആളുകൾക്ക് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പേര് പറയാതെ ഫോട്ടോ മാത്രം, അതായത് ഈ ഒരു സ്റ്റിച്ച് ഓടിക്കൊണ്ടിരിക്കുക, അതായത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് സൈഡിലായിട്ട് നമ്മൾ ഫോട്ടോ മാത്രം കൊടുക്കുന്നത് കേട്ടോ. എന്തിനാണ് ഈ ഫോട്ടോ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്കും, അതായത് കാണുന്ന ആളുകൾക്കും അതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം ചെയ്ത് നോക്കാനുള്ള ഒരു ആഗ്രഹം ആർക്കെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോട്ടോ, അവർ അയച്ചു തന്നിട്ടുള്ള ഫോട്ടോ നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ബോർഡ് കാണിച്ച സെയിം സ്റ്റിച്ച് തന്നെയാണ് നമ്മളൊരു ഡിസൈൻ ആക്കിയിട്ട് മാറ്റി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഞാൻ വീണ്ടും അതന്നെ കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.